നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിലൂടെ 4.5 മണിക്കൂർ തലങ്ങും വിലങ്ങും മുക്കും മൂലയും അരിച്ചു പെറുക്കിക്കൊണ്ട് തേരപ്പാര നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അതും വീഡിയോ എടുത്തുകൊണ്ട് പൊരി വെയിലത്ത്. അങ്ങനെ ഒരു സാധനം സംഭവിക്കാൻ പോവാണ്. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ഹായ്, ഹലോ. 4.5 മണിക്കൂർ പൊരി വെയിലത്ത് നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിലൂടെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും? കോഴിക്കോടിൻ്റെ ഒരു തല തൊട്ടിട്ട് ചുറ്റിക്കറങ്ങി മറുതല, അതായത് മുക്കും മൂലയും അരിച്ചു പെറുക്കിയുള്ളൊരു വീഡിയോ ചിത്രീകരണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും 4.5 മണിക്കൂർ നടന്നുകൊണ്ട് ഒരു വീഡിയോ ചിത്രീകരണം. നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരണം നടത്തിയിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം നിങ്ങളുടെ മുന്നോട്ട് നമ്മൾ എത്തിക്കാൻ പോണ വീഡിയോ എങ്ങനത്തെ ആയിരിക്കുന്ന ഒരു ഏകദേശ രൂപം പറഞ്ഞുതരാം. അതായത് നമ്മുടെ കോഴിക്കോട് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെ, എങ്ങനെ, എപ്പം, ഏത്, ഇതിനൊക്കെ ഒരു മറുപടിയാണ്. റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്, അല്ലെ KSRTCയിലോട്ട് എതിലെ പോകണം, മിഠായിത്തെരുവ് എവിടെയാണ്, മാനാഞ്ചിറ എവിടെയാണ്, അവിടുത്തെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ്, ഏറ്റവും നല്ല ടെക്സ്റ്റൈൽസ് ഏതാണ്, മാളുകൾ എവിടെയാണ്, സിനിമാ തിയേറ്റർ എവിടെയാണ്, ഇതെല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ സീരീസ് നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മുടെ കോഴിക്കോട് അങ്ങാടി. ആദ്യം ഇതൊന്ന് കണ്ടു നോക്കട്ടോ. എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സീരീസുകളായിട്ട്, അതായത് എപ്പിസോഡുകളായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കോഴിക്കോടങ്ങാടി എന്നുള്ള വീഡിയോ, അതിൽ കൂടെ തന്നെ ഒരു അവലോകന വീഡിയോയും ഉണ്ടാവും. നിങ്ങൾക്ക് കോഴിക്കോട് നിന്ന് എവിടെ നിന്നും ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ എവിടെ ടെക്സ്റ്റൈൽസ് ഏതായിരിക്കും നല്ലത്, എവിടെയൊക്കെയാണ് തിയേറ്റർ ഉള്ളത്, എവിടെയൊക്കെയാണ് മാളുകളുള്ളത്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പരിചയപ്പെടുത്തി തരുന്ന വീഡിയോ ആണ്. ഓരോന്നിൻ്റെ ന്യൂനതയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും മോശമായ കാര്യങ്ങളും എല്ലാം ഇതിലൂടെ ഞാൻ പറഞ്ഞുതരും. അങ്ങനത്തെ ഒരു വീഡിയോ സീരീസാണ്. എത്ര എപ്പിസോഡ് ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു 5-6 എപ്പിസോഡിലോട്ടുള്ള വീഡിയോ ആണ്. കാരണം കണ്ട് ബോറടിക്കരുതല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പായിട്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോകൾ പരിചയപ്പെടുത്തി തരുന്നത്. അത് ഈ വീഡിയോയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ കാണാം, അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് കണ്ട് ബോറടിക്കത്തുമില്ല, എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യണം, ഒരു ലൈക്ക് അടിക്കണം. ഈ വീഡിയോയ്ക്ക് മാത്രമല്ല, എല്ലാ വീഡിയോയ്ക്കും. പിന്നൊരു കാര്യം കൂടെ പറയാനുണ്ട്. ലൈക്ക് മാത്രം പോരാ, ഈ വീഡിയോ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കഴിയുമെങ്കിൽ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിന്ന് 4.5 മണിക്കൂർ കൊണ്ട് ചിത്രീകരിച്ച വീഡിയോ എന്ന് പറയുന്നത് ഒരു 4-5 എപ്പിസോഡിനുള്ള കോഴിക്കോട് ടൗണിനുള്ളിലുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ കോഴിക്കോട് ടൗണിൽ നിന്ന് വിട്ടുള്ള ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിലോട്ട് വരെ നമ്മൾ സഞ്ചരിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിന്ന് നടന്ന് ചിത്രീകരിച്ചത്. ഇനിയുള്ള സ്ഥലത്ത് നമുക്ക് നടന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല. എവിടേക്കെങ്കിലും ഒന്ന് ബസ് ഇറങ്ങിയിട്ട് ആ നാടിനെക്കുറിച്ച് പരിചയപ്പെടുന്ന വീഡിയോസും പുറകെ വരും. ഇത് വലിയൊരു സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് നമ്മൾ വല്ല ടൂറൊക്കെ പോകുകയാണെങ്കിലോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ, അല്ലെങ്കിൽ നല്ല റെസിപ്പികളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് ഞാൻ അതും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഇതിൻ്റെ പാർട്ടുകൾ ഇങ്ങനെ 1, 2, 3, 4, 5 ആയിട്ട് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. നമ്മുടെ കോഴിക്കോടങ്ങാടി കാണാൻ തയ്യാറായിരുന്നുള്ളൂ. ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്ത് വെച്ചാൽ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ
ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തുടങ്ങല്ലേ നമ്മുടെ കോഴിക്കോടങ്ങാടിയിലെ കാഴ്ചകളും വിശേഷങ്ങളും. എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോ മുതൽ കാണാം. നമ്മുടെ കോഴിക്കോടങ്ങാടി എല്ലാവരും സപ്പോർട്ടും വേണേ.